ഹലോ ഗെയ്സ്, ഞാനൊരു കുഞ്ഞു സ്റ്റോറി പറയാം. ഒരു പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ശങ്കർ. ശങ്കറിൻ്റെ പ്രിയ പത്നിയാണ് ഗീതാമ്മ. ഇവിടെ രണ്ടുപേരുടെ പുന്നാര മക്കളാണ് ജയും രാമനും. സോറി, ഒരാളെ പറയാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ജയുടെ ഒരേ ഒരു ലവർ. അങ്ങനെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമായി അവിടെ ലൈഫ് അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വജ്രകണ്ഠം എന്ന പ്ലേസിലേക്ക് ട്രിപ്പ് പോകാനിടയായത്. ആ ട്രിപ്പിന് ശേഷമാണ് ഒരു വമ്പൻ ടെസ്റ്റ് സംഭവിക്കുന്നത്. അവിടുന്ന് തിരിച്ചു വന്ന ഞമന് തീരെ ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ പറ്റും. ഫോർ ദ എക്സാമ്പിൾ, ഒരു വെള്ളത്തുള്ളി വീഴുന്ന സൗണ്ട് പോലും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അവന് മറ്റുള്ളവർ സംസാരിക്കുന്നതും കേൾക്കാൻ പറ്റുമെന്ന്. ഇതെന്താണെന്നോ ഇതെന്തുകൊണ്ടാണെന്നോ ഒന്നും അവനറിയില്ല. ഇനിയും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേട്രാമിലെ ഗോബ്ലിൻ്റെ അവസ്ഥയാണ് അപ്പം ഞമന്. അവൻ്റെ ചെവിയിൽ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളും അല്ലാത്ത സൗണ്ട്സും ഇങ്ങനെ മോളെയും കേട്ടോണ്ടിരിക്കും. അവൻ ഇതിൽ അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോഴാണ് പുതിയൊരാൾ എൻട്രി ഇട്ട് വന്നെ, നിഹാര. അവൾ വരുന്നത് വരെ അവന് കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ട് കേൾക്കുന്നത് മാത്രമായിരുന്നു അൺകംഫർട്ടബിൾ. ബട്ട് അവൾ വന്നതിന് ശേഷം സൗണ്ട് മാത്രമല്ല, അവിടെ പ്രസൻസും അവനെ വല്ലാതെ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്. ഇതാണ് മീ ബിഫോറിൻ്റെ ഇതുവരെയുള്ള കഥ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ FF ഇവിടെ വെച്ച് നിർത്തുക. അയ്യോ ചേച്ചി നിർത്തണ്ട, FF പിന്നെ ഇടണം എന്നുള്ള കമൻ്റൊന്നും എനിക്ക് കേൾക്കണ്ട. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായത് അത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ട് ഓക്കെ ചേച്ചി എന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായുമെന്ന്. സോ കമൻറ്റ് ബിലോ.